മറ്റോടെ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അവസാന ലാപ്പിൽ ചിന്തിക്കുന്നത് എന്ന് നമ്മൾ പരിശോധിക്കുകയായിരുന്നു. നേരത്തെ സൂചിപ്പിച്ചപോലെ തന്നെ ഇവിടെ നമ്മുടെ അമ്പലത്തിന്റെ മുൻപിൽ അവിടെ വിവാഹ ചടങ്ങുകൾ കൂടുതലായി നടക്കുന്ന ഒരു ദിവസമായിരുന്നു. അവിടെയായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ നാളുകളൊക്കെ പതുക്കെ ഇപ്പോൾ പിരിഞ്ഞു പോയി തുടങ്ങിയിരിക്കുന്നു. നമ്മൾ ലാലിലേക്ക് കൂടി പോവുകയാണ്. ലാൽ, ഇപ്പോൾ ഈ അവസാന ലാപ്പിലെത്തുമ്പോൾ എന്താണ് മൂവാറ്റുപുഴ ചിന്തിക്കുന്നത്? വളരെ വേഗത്തിൽ വിലയിരുത്തുകയാണെങ്കിൽ എങ്ങനെ? മൂവാറ്റുപുഴയ്ക്ക് അങ്ങനെ സ്ഥിരമായ ഒരു രാഷ്ട്രീയ ഭാവം ഇല്ലാത്തൊരു മണ്ഡലമാണ്. രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കനുസരിച്ച് മൂവാറ്റുപുഴ പലപ്പോഴും മാറ്റിക്കുത്താറുണ്ട്. നിലവിലെ MLA എന്ന് പറയുന്നത് കേരളത്തിൽ വലിയൊരു ഹൈ പ്രൊഫൈലുള്ള രാഷ്ട്രീയ മുഖമുള്ള ഒരു MLA ആണ് മാത്യു കുഴൽനാടൻ എന്ന് പറയുന്നത്. മാത്യു കുഴൽനാടനെ LDF ഏറ്റവും കൂടുതൽ എതിർക്കുന്നത് പ്രധാനമായിട്ടും മണ്ഡലത്തിലെ വികസനത്തിനല്ലാണ്. MC റോഡിൻ്റെ വികസനമല്ലാതെ MC റോഡിൻ്റെ പുനരുദ്ധാരണമല്ലാതെ മറ്റൊന്നും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് LDF ഉയർത്തുന്ന വലിയ ആരോപണം. LDFിൻ്റെ കാൻഡിഡേറ്റായിട്ട് മത്സരിക്കുന്ന CPIയുടെ ജില്ലാ സെക്രട്ടറി കൂടിയായിട്ടുള്ള ഒരാൾ അരുണാണ്. അപ്പോൾ മാത്യു കുഴൽനാടൻ നേരെ മറിച്ച് സംവാദത്തിന് തയ്യാറായി തന്നെയാണ് നിൽക്കുന്നത്. നേരിട്ട് തൊട്ട് കാണിച്ചു തരാം വികസനങ്ങൾ എന്നുള്ളതാണ്. പക്ഷേ ഏറ്റവും വലിയ വെല്ലുവിളി അവിടെ കൊണ്ടുവരുന്നത് 2020 തന്നെയാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലടക്കം വിജയെ നിശ്ചയിക്കുന്ന രീതിയിൽ പോലും വോട്ടുണ്ടായിരുന്ന പാർട്ടിയാണ് 2020. ഇത്തവണ NDAയുടെ കൂടെ ആയതുകൊണ്ട് 2020 പിടിക്കുന്ന വോട്ടുകളായിരിക്കും ഇവിടെ വിജയിയെ നിർണ്ണയിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഹൈലൈറ്റ്. അപ്പോൾ അങ്ങനെയാണ് 2020 പിടിക്കുന്ന വോട്ടുകൾ LDFിന്റെയും UDFിന്റെയും ജയപരാജയങ്ങളെ നിർണ്ണയിക്കും എന്നുള്ള സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് മൂവാറ്റുപുഴ മണ്ഡലത്തിൽ. എങ്ങനെയാണ് മൂവാറ്റുപുഴ ചിന്തിക്കുന്നത്, അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നത് എന്നുകൂടി പരിശോധിക്കാം. ഇനി നമ്മൾ പോകുന്നത് ജനശബ്ദത്തിലേക്കാണ്. ആര് ജയിക്കുന്നു തോന്നുന്നത്? ഞാൻ നിലവിലിപ്പോൾ ജയിക്കണത് കുഴൽനാടനാ കയറുള്ളൂ. ഞാനൊരു പാർട്ടിക്കാരനാണ്. അപ്പോൾ എനിക്ക് അരുൺ ജയിക്കുമെന്നാണ് എൻ്റെ നിഗമനം. ഇവിടുത്തെ ഇലക്ഷനിൽ മാത്യു കുഴൽനാടിന് എത്ര വോട്ട് ഭൂരിപക്ഷം കൂടുന്നുള്ളതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. രാഷ്ട്രീയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമല്ലോ, അവർ പെൻഷൻ കൊടുത്തു, അത് കൊടുത്തു, വികസനം കൊടുത്തു എന്ന് പറയുന്നുണ്ട്. അവർ കൂട്ടിയ കാര്യങ്ങളൊന്നും പറയുന്നില്ലല്ലോ. കറണ്ട് ചാർജ് കൂട്ടി, വെള്ള ചാർജ് കൂട്ടി, വണ്ടിയുടെ ടാക്സ് കൂട്ടി, ഇതെല്ലാം കൂട്ടിയൊന്നും അവർ പറയുന്നില്ലല്ലോ. MLA എന്ന് പറഞ്ഞാൽ എല്ലാ ജില്ലയിലും അറിയാവുന്ന ആളല്ലേ. ഭരിക്കാതെയും രാഷ്ട്രീയം എന്നാന്നറിയാവുന്ന ആളാണ്. വയക്ക് ജയിപ്പിച്ചു കൊണ്ടാണ് അതാണ് വേണ്ടത്. നാടിന് അതാ വേണ്ടത്. നാടിന് എല്ലാ കാര്യം ചെയ്യാൻ കഴിവുള്ള ആളാണ്. മൂവാറ്റുപുഴ LDF സ്ഥാനാർത്ഥി ജയിക്കും. ഇവിടെ ടൈറ്റ് മത്സരം. രണ്ടുപേര് തമ്മിൽ നല്ല ടൈറ്റാ. അരുണും കുഴൽനാടും. ചാൻസ് ഉള്ളത് അരുണാണ്. മാറ്റം അനിവാര്യമാണ്, മാത്രമേ ഉള്ളൂ. അത് പറയുന്നില്ല. മാറ്റം അനിവാര്യമാണ്. കേരളത്തിൽ മൊത്തം മാറ്റം വേണം. നാട്ടിലും വേണം, മൊത്തത്തിലും മൂവാറ്റുപുഴയ്ക്കും വേണം, എല്ലായിടത്തും വേണം. അടിപൊളി മാറ്റം. അപ്പോൾ അങ്ങനെയാണ് മൂവാറ്റുപുഴയിലെ ജനങ്ങൾ ചിന്തിക്കുന്നത്. ഏതായാലും ജനവിധി അത് ഇതിനോടകം തന്നെ ജനങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.